ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. വ്യാജ പരാതിയിൽ, വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ചത്താലും നീ പുഴുത്തേശാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേശാവൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ, ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നുകൊണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. നമ്മൾ ഇതേപോലൊരു ബസ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി, റീച്ചിന് വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. ദീപകിനോടൊപ്പം തന്നെയാണ്. ദീപകിന് വേണ്ടി നമ്മൾ പോരാടണം. ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ, അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ബസ് ട്രെൻഡ് കാരണം ഈ പാവപ്പെട്ട മനുഷ്യനെ കൊലക്ക് കൊടുത്ത പന്ന കഴിവറ മോളെ കഴിഞ്ഞില്ലേ? നിന്റെ കടിയങ്ങ് മാറി കിട്ടിയില്ലേ? മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഇപ്പൊ നീ നന്നായിട്ട് അങ്ങോട്ട് റീച്ച് ആയില്ലടി. നിന്റെയൊക്കെ റീച്ചിന് വേണ്ടി ബലിയാടായിട്ടുണ്ടല്ലോ ആ പാവപ്പെട്ട ചേട്ടന്റെ കുടുംബമാണ്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. അതൊക്കെ പോട്ടെ, നീ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടാ? ഇല്ലല്ല. നിന്റെ കൊണ പിടിച്ച തൊലിഞ്ഞ മോന്ത ഞാൻ ഇതിലോട്ട് ഇട്ടോണ്ട് കൊടുക്കാത്തറിയോ? നിനക്ക് വേണ്ടത് ആ ഒരു സംഭവമാണ്, റീച്ച്. വെറുതെ ഇല്ലാത്ത ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്തിനാ എഴുതി പിടിപ്പിക്കണം? ആ ചക്കന്റെ ജീവിതം പോകണം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായി.